നമസ്കാരം. യുക്കാലിപ്റ്റസ് മരത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒട്ടേറെ ഔഷധ ഗുണങ്ങൾക്ക് പേരുകേട്ട സസ്യമാണ് യുക്കാലിപ്റ്റസ്. മിർട്ടേസി കുടുംബത്തിലെ യുക്കാലിപ്റ്റസ് ജനുസിൽ 700ഓളം ഇനങ്ങളുള്ളതിൽ ഒരിനമായ ഗ്ലൂബുലസ് ഇനമാണ് നമ്മുടെ നാട്ടിലെ യുക്കാലി മരം. യുക്കാലിപ്റ്റസ് ബ്രിട്ടീഷ് കാലം മുതലേ ഇന്ത്യയിൽ ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട്. പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിന്റെ ശാസ്ത്രീയ നാമം യുക്കാലിപ്റ്റസ് ഗ്ലോബുലസ് എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിനെ യുക്കാലി മരം എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ ഇതിനെ ടാസ്മാനിയ ഗ്ലൂഗം, സദേൺ ബ്ലൂഗം എന്നൊക്കെ വിളിക്കാറുണ്ട്. സംസ്കൃത ഭാഷയിൽ ഇതിനെ ഗന്ധദ്രുവ, ഹരിതപർണി, തൈലപർണി, സുഗന്ധപത്ര എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഹിന്ദി ഭാഷയിൽ ഇതിനെ യുക്കാലിപ്റ്റസ് എന്നാണ് അറിയപ്പെടുന്നത്. കന്നഡ ഭാഷയിൽ ഇതിനെ നീലഗിരി എന്നമാറ എന്നൊക്കെ അറിയപ്പെടുന്നു. തെലുങ്ക് ഭാഷയിൽ ഇതിനെ നീലഗിരി തൈലമരം എന്നാണ് അറിയപ്പെടുന്നത്. തമിഴ് ഭാഷയിൽ ഇതിനെ കർപ്പൂര തൈലമരം എന്നൊക്കെ അറിയപ്പെടും. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഉഷ്ണമേഖല, മിതോഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരുന്ന ഒരു ഔഷധമരമാണ് യുക്കാലിപ്റ്റസ്. ഓസ്ട്രേലിയയാണ് ഇതിന്റെ ജന്മദേശം. ഓസ്ട്രേലിയയിലാണ് യുക്കാലിപ്റ്റസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഓസ്ട്രേലിയയിലെ വൃക്ഷജാലത്തിലെ പ്രധാന പങ്കും ഈ ഇനത്തിൽപ്പെട്ടതാണ്. കേരളത്തിൽ മൂന്നാർ, ദേവികുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ വൻതോതിൽ കൃഷി ചെയ്യുന്നുണ്ട്. കൂടാതെ തെക്കേ ഇന്ത്യയിൽ നീലഗിരി, കർണാടകം തുടങ്ങിയ സ്ഥലങ്ങളിലും തഴച്ചു വളരുന്നുണ്ട്. ഊട്ടിയിലും കൊടൈക്കനാലിലും കേരളത്തിലും ഒക്കെ മിക്ക വനാതിർത്തികളിലും ഇവ വളരുന്നുണ്ട്. പരിസ്ഥിതി മൂല്യത്തെ നോക്കാം. നമ്മുടെ നാട്ടില് അക്കേഷ്യ, യുക്കാലി, കാറ്റാടി എന്നീ മരങ്ങള് ധാരാളം ജലം വലിച്ചെടുക്കുന്നതിനാലും പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്നതിനാലും വരൾച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതിനാലും അവയെ നിയന്ത്രിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. രൂപകരണം നോക്കാം. 45 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു മൃദുമരമാണ് യുക്കാലിപ്റ്റസ്. ഒരു വലിയ നിത്യഹരിത വൃക്ഷം കൂടിയാണിത്. പൊതുവെ അധികം വളയാതെ കുത്തനെ വളരുന്ന ശൈലിയാണ് യുക്കാലി മരങ്ങൾക്കുള്ളത്. ഇവിടെ തടിക്ക് അധികം വണ്ണം ഉണ്ടാകാറില്ല. ഭാരം കുറവുമായിരിക്കും. തൊലി ചാരനിറത്തിലുള്ളതും കുറച്ചു കാലം കഴിയുമ്പോൾ ഉരിഞ്ഞു പോകുന്നതുമാണ്. ഇലകൾ 15 തുടങ്ങി 25 സെന്റിമീറ്റർ വരെ നീളമുള്ളതും 1.25 തുടങ്ങി 2.5 വരെ സെന്റിമീറ്റർ വീതിയുള്ളതും അഗ്രം കൂർത്തതുമായിരിക്കും. പച്ച നിറത്തിലുള്ള ഇലകൾ ഞെരടിയാൽ നല്ല സുഗന്ധമുണ്ടാകും. ഇലയുടെ ആകൃതി, വലിപ്പം എന്നിവ മരത്തിന്റെ പ്രായത്തിനനുസരിച്ചും ഇനത്തിനനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും. ഇളം മഞ്ഞയോ പച്ചയോ നിറമുള്ള പൂക്കൾ ഇലയുടെ കക്ഷങ്ങളിൽ ഒറ്റയ്ക്കോ കുലകളായോ ഉണ്ടാകാം. ഫലം കട്ടിയുള്ള ക്യാപ്സ്യൂളാണ്. വിത്തുകൾ വളരെ ചെറുതാണ്. ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലങ്ങളിലാണ് പൂവിടുന്നതും കായ്ക്കുന്നതും. ഇനങ്ങളെ നോക്കാം. യുക്കാലിപ്റ്റസ് എന്നത് പ്രത്യേക ഇനം മരങ്ങളും കുറ്റിച്ചെടികളും അടങ്ങിയ സസ്യജാലത്തിലെ ഒരു ജനുസാണ്. 700ഓളം ഇനങ്ങൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. ഓസ്ട്രേലിയയിലാണ് യുക്കാലിപ്റ്റസ് മരങ്ങളുടെ മിക്കവാറും സ്പീഷീസുകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഉൽപ്പന്നങ്ങളെ നോക്കാം. യുക്കാലി തൈലമാണ് യുക്കാലിയിൽ നിന്നുണ്ടാക്കുന്ന പ്രധാന ഉൽപ്പന്നം. പൊതു ഉപയോഗങ്ങളെ നോക്കാം. ആന്റിസെപ്റ്റിക്കിനും പെർഫ്യൂമിനും സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ടൂത്ത് പേസ്റ്റുകളിലും ഫ്ലേവറുമായും മൗത്ത് വാഷിലും ദന്തമരുന്നുകളിലും യുക്കാലി തൈലം ഉപയോഗിക്കുന്നുണ്ട്. ഇൻസെക്ട് റെപ്പല്ലന്റുമാണ്. കൊതുക്, ഈച്ച, മുട്ട, ചെള്ള്, പേൻ എന്നിവയെല്ലാം യുക്കാലി തൈലം ഉപയോഗിച്ച് അയറ്റി നിർത്താം. മുട്ടകളെ തുരത്താനായി 1-2 തുള്ളി യുക്കാലി തൈലം തലയിണയിലും കിടക്കയിലും ഒക്കെ തളിക്കുന്നത്. ഒപ്പം തന്നെ കിടക്കവിരിയും തലയിണയും കവറും ഒക്കെ അലക്കിയ ശേഷം ഏതാനും തുള്ളി യുക്കാലി തൈലം ഒഴിച്ച് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് വെയിലത്തുണക്കുന്നതൊക്കെ ഉപകാരപ്രദമായിരിക്കും. അടുക്കളത്തോട്ടത്തില് ശല്യക്കാരായ കീടങ്ങളെ തുരത്താൻ യുക്കാലി തൈലം എടുത്ത് 5 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ചെടികളിൽ സ്പ്രേ ചെയ്യുന്നത് നന്നായിരിക്കും. രാസഘടകങ്ങളെ നോക്കാം. യുക്കാലി മരത്തിന്റെ ഇലയിൽ ബാഷ്പശീല സുഗന്ധ തൈലം, ഹൈനിൻ, സെറിലിക് ആൽക്കഹോൾ, കൊഴുപ്പ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. തൈലത്തിൽ യുക്കാലിപ്റ്റോൾ, സിനിയോൾ, ഫ്ലവനോയിഡുകൾ, ടാനിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഔഷധ മൂല്യത്തെ നോക്കാം. ഔഷധയോഗ്യമായ ഭാഗം ഇല, തൈലം, നാമ്പ് എന്നിവയാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി ചൈനയിലും ഇന്ത്യൻ ആയുർവേദത്തിലും ഗ്രീക്ക് വൈദ്യത്തിലും യൂറോപ്യൻ ചികിത്സാ രീതികളിലും ഒക്കെ യുക്കാലിക്ക് സ്ഥാനമുണ്ട്. ശ്വാസകോശം, ദഹനേന്ദ്രിയം, ഹൃദയം എന്നിവയെ യുക്കാലി ഉത്തേജിപ്പിക്കുന്നതാണ്. മുറിവുകൾ, ചർമ്മത്തിലെ അണുബാധകൾ, മൂക്കലിപ്പ്, തൊണ്ടവേദന, ജലദോഷം, ചുമ, തലവേദന, മുറിവുകൾ, മൂക്കടപ്പ്, വാദം, പൊള്ളൽ, അൾസർ, തണുപ്പുകുരു, ബ്ലാഡർ രോഗങ്ങൾ, പ്രമേഹം, പനി എന്നിവയ്ക്കെല്ലാം യുക്കാലി മരുന്നായിട്ട് പ്രയോജനപ്പെടുത്തുന്നു. ചുമ, ജലദോഷം, ശ്വാസതടസ്സം എന്നിവയ്ക്ക് തയ്യാറാക്കുന്ന മരുന്നുകൾ, വിക്സ്, പേശികളുടെയും സന്ധികളുടെയും വേദന സംഹാരികൾ എന്നിവയിലെല്ലാം യുക്കാലി ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. ഒന്ന്,
യൂക്കാലിയുടെ കിളുന്തില ഇളം ചൂടുവെള്ളത്തിലിട്ട ശേഷം ഗാർഗിൾ ചെയ്യുന്നത് തൊണ്ട ചൊറിച്ചിലിനും സൈനസും മാറാൻ സഹായിക്കുന്നതാണ്. 2, ഇലയിട്ട് ആവി പിടിക്കുന്നത് ജലദോഷം ശമിപ്പിക്കും. ശ്വാസതടസ്സമുള്ളവരിൽ കഫമലിയിക്കാനും ഇത് സഹായിക്കും. 3, പുഴുപ്പല്ല് വരാതിരിക്കാൻ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം വായിൽ കൊള്ളുന്നത് നല്ലതാണ്. 4, ജലദോഷം, പനി എന്നിവ മൂലമുണ്ടാകുന്ന ചുമ ഒഴിവാക്കാൻ നെഞ്ചിലും തൊണ്ടയിലും യൂക്കാലി തൈലം പുരട്ടാവുന്നതാണ്. 5, യൂക്കാലി തൈലം ഉപയോഗിച്ച് നീരാവി ശ്വസിക്കുന്നത് കഫം പുറത്തു വരാൻ സഹായിക്കും. യൂക്കാലി തൈലം നെഞ്ചിൽ പുരട്ടിയാലും അതേ ഫലം തന്നെ കിട്ടും. 6, ചെറിയ പൊള്ളലുകൾ, ചെറിയ മുറിവുകൾ എന്നിവ ഉണക്കാൻ യൂക്കാലി തൈലം പുറമെ പുരട്ടാവുന്നതാണ്. 7, നേർപ്പിച്ച തൈലം പുരട്ടിയാൽ ചർമ്മത്തിലെ വീക്കം ശമിക്കുന്നതാണ്. 8, യൂക്കാലി തൈലം ഉപയോഗിച്ച് നീരാവി ശ്വസിക്കുന്നതിലൂടെ ആസ്മ, സൈനസൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന ശ്വാസതടസ്സം മാറും. പക്ഷേ ഈ യൂക്കാലി തൈലത്തിന് അലർജിയുള്ള ആളുകൾക്ക് ഇത് അവരുടെ ആസ്മയെ കൂടുതലാക്കി എന്ന് പറയാം. 9, യൂക്കാലി തൈലം നേർപ്പിച്ച് വായിൽ കവിൾ കൊള്ളുന്നത് വായുനാറ്റം ഒഴിവാക്കും. 10, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് തുടങ്ങിയ അസുഖങ്ങളുള്ളപ്പോൾ ഉണ്ടാകുന്ന ശരീരവേദനയ്ക്ക് തൈലം പുരട്ടുന്നതും യൂക്കാലി ഇലയിട്ട് വെന്ത വെള്ളം കുളിക്കാൻ ഉപയോഗിക്കുന്നതും ശമനം നൽകുന്നതാണ്. 11, ത്വക്ക് രോഗങ്ങളിലും മുഖം, കാൽ, വൃഷ്ണം എന്നിവ തടിച്ച് നീരുണ്ടാകുന്നതിലും യൂക്കാലി ഇലയുടെ നീര് അരച്ചു പുരട്ടുന്നത് ശമനം ഉണ്ടാക്കുന്നതാണ്. ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് പറ്റണം. കൃഷി വിവരങ്ങളെ നോക്കാം. നല്ല അന്തരീക്ഷ ഈർപ്പവും ധാരാളം മഴയും യൂക്കാലിയുടെ വളർച്ചയ്ക്ക് അനുകൂല ഘടകങ്ങളാണ്. എല്ലാത്തരം മണ്ണിലും വളരും എന്നതും യൂക്കാലിയുടെ പ്രത്യേകതയാണ്. നിലമൊരുക്കി കുഴികളെടുത്ത് ജൈവവളങ്ങളിട്ട് മൂടി നേരത്തെ ഇടണം. അതിൽ കാലവർഷ ആരംഭത്തോടെ 4-5 മാസം പ്രായമുള്ള തൈകൾ നടാം. വളർച്ചയുടെ കാലത്ത് വളപ്രയോഗവും കളപറിക്കുന്നതും ഒക്കെ നല്ലതാണ്. കാപ്പി, ഇഞ്ചിപ്പുല്ല്, പൈനാപ്പിൾ, ചേന, പച്ചക്കറികൾ എന്നിവയൊക്കെ ഇടവിളയായി കൃഷി ചെയ്യാം. പാർശ്വശിഖരങ്ങൾ കോതുന്നത് 2-ാം വർഷം മുതൽ ആരംഭിക്കാം. 3-ാമത്തെയോ 4-ാമത്തെയോ വർഷം മുതൽ 2 മീറ്റർ ഉയരത്തിന് മുകളിലുള്ള ചില്ലകൾ ഇറക്കി തുടങ്ങണം. അതിനുശേഷം വർഷത്തിൽ 2 തവണ വശങ്ങളിലേക്ക് വളരുന്ന ശാഖകൾ മുറിച്ചു മാറ്റി ഒരു ശാഖ മാത്രം നിലനിർത്തണം. വൃക്ഷത്തിന്റെ ആവശ്യ എണ്ണ എടുക്കാനായിട്ട് ഇലകൾ ഉണക്കി ചതച്ച ശേഷം വാറ്റിയെടുക്കുകയാണ്. ആവിയിൽ വാറ്റിയാണ് എണ്ണ എടുക്കുന്നത്. വാറ്റാൻ 2 മണിക്കൂർ വേണം. മൊത്തം ഇലയുടെ ഭാരത്തിന്റെ 1.5 മുതൽ 1.8% വരെ എണ്ണ ലഭിക്കും. മുറിച്ചെടുത്ത ഇല 24 മണിക്കൂർ തണലിൽ വാട്ടുന്നത് കൂടുതൽ എണ്ണ കിട്ടാനായിട്ട് സഹായിക്കും. 1,8 സിനിയോൾ എന്നും യൂക്കാലിപ്റ്റോൾ എന്നും എണ്ണ അറിയപ്പെടുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കാം. എണ്ണ വേർതിരിച്ച് എടുത്ത ശേഷം അത് മരുന്നായി ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് ലയിപ്പിച്ച് ഉപയോഗിക്കേണ്ടതുണ്ട്. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. ഇതിൽ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.